അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കോഴിക്കോട് നിന്ന് മഹാരാഷ്ട്ര വരെ പോകുന്ന നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്സിൽ നമ്മൾ മഹാരാഷ്ട്ര തീർത്ഥയാടനം പോവുകയാണ്. വിത്ത് സനാതന ധർമ്മ പാഠശാലയിലെ അധ്യാപകന് സംയോജനമായ ശ്രീ രാജേഷ് നാദാപുരം ജിയും നമ്മളൊപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറിയിരിക്കുകയാണ്. കോഴിക്കോട് നമ്മൾ കയറാറുണ്ട്, പക്ഷേ ഇന്ന് ഇവിടെ നമുക്ക് അടുത്ത് ഇവിടെ ആയതുകൊണ്ട് ഫറൂഖിൽ നിന്ന് കയറി, ഫറൂഖ് സ്റ്റോപ്പുള്ളതുകൊണ്ട് ഇവിടുന്ന് കയറി. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം. കാരണം നമുക്ക് ഇനി കുറേ പേര് എവിടെ നിന്നെങ്കിൽ കോഴിക്കോട് നിന്ന് കുറേ പേര് കയറും. അപ്പോൾ അവർ ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ഞാൻ കാണിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഫൈനലി നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാണ്. നമ്മളെ KSR ബാംഗ്ലൂർ മക്കളെ, KSR ബാംഗ്ലൂർ കിടപ്പുണ്ട്, ഇവിടെ കാലി അടിച്ച് കിടപ്പുണ്ട്. സ്ലീപ്പറല്ലേ ഇതൊക്കെ, ഡെയിലി ഇപ്പോൾ ഓടുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്, സമാധാനമുണ്ട്. ഫൈനലി നമ്മളങ്ങനെ വടകര ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തൊട്ടിപ്പുറത്തായിട്ട് വടകര ജംഗ്ഷനിൽ എടുത്തിരിക്കുന്ന ഏത് ട്രെയിന്, കണ്ണൂർ ആലപ്പുഴയാണോ എന്നൊരു സംശയം. കണ്ണൂർ ആലപ്പുഴ ഇൻ്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ്. കണ്ണൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എങ്ങനെയാവുക, ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വേണ്ടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ IRCTCയിൽ കുറച്ച് റൂൾസ് ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം ബുക്ക് ചെയ്താൽ, നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ സ്ഥലം മാറി കയറുന്നതിന് മുന്നേ നിങ്ങൾ ടിക്കറ്റിനകത്ത് പറയണം സ്ഥലം മാറി കയറുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റ് അപ്പം തന്നെ ക്യാൻസലായിരിക്കും, ഇല്ലെങ്കിൽ പണി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നൈറ്റ് ടൈം 10 മണി തൊട്ട് 6 മണി വരെ ലൈറ്റ് ഓഫ് ആക്കണം. അതേപോലെ തന്നെ താഴത്ത് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു അവകാശം ഉണ്ടാവില്ല. 6 മണി വരെ, 10 മണി തൊട്ട് 6 മണി വരെ താഴത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അവകാശം ഉണ്ടാവില്ല, മുകളിൽ കയറിയിരിക്കുന്നോളൂ, അത്ര തന്നെ. അങ്ങനെയാണ് കുറച്ച് TTR കുറച്ചധികം പറഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കോച്ച് മൊത്തം സനാതന ധർമ്മ പാഠശാല മൊത്തം എടുത്തിട്ടുണ്ട്. M1 M2 പിന്നെ B1 B2 B3 B4 ഈ 6 കോച്ചിനകത്ത് സനാതന പാഠശാലയുണ്ട്. അപ്പോൾ സനാതന ധർമ്മ പാഠശാലയോടൊപ്പം നമ്മൾ മഹാരാഷ്ട്ര മൊത്തം ചുറ്റിക്കിറങ്ങാൻ പോവാണ്. RSSനും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലവും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റും. അപ്പോൾ ഇത് കുറച്ചത് ഒരു പാർട്ട് 1 ആയിരിക്കും ഇത് നിർത്തത്, പാർട്ട് 2 ഉണ്ടാവും. നമ്മൾ ഈ പാർട്ട് 1 നിർത്താണ്ടി പോണത് ഗോവയിൽ വെച്ചിട്ടായിരിക്കും. കാരണം ഇത് നല്ല ലോങ് ലെങ്തി വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് 2 നമ്മൾ ഗോവ കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നുണ്ടാവുക. നാളെ രാവിലെ വരെ ആകുമ്പോഴത്തേക്ക് ഗോവ എന്തായാലും എത്താം. നമ്മളിവിടെ പരിപാടി തുടങ്ങി. നമ്മൾ രാജേഷ് നാദാപുരോ അനൂപ് ജി ഉണ്ട് താഴത്ത്, ഇത് കാണിക്കാൻ കഴിയുന്നില്ല, അതാ പ്രശ്നം. അപ്പം നമ്മൾ കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്, മീറ്റിംഗ് ഒക്കെ ആരംഭിച്ച്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കേട്ടിട്ട് നമുക്ക് കുറേ വീഡിയോ എടുക്കാനുണ്ട്. നമ്മൾ കുറേ കാഴ്ചകൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വൺ. ഇപ്പം നമ്മളെ ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. ഇനിയും കുറേ പേരുണ്ട് ഈ കോച്ചിൽ. നാരായണി ദേവി നാരായണി മഹിഷാസുരമർദിനി അമ്മേ ഭവാനി ജഗതു ജനനി ദേവി ഭവാനി ജഗതു ജനനി ദേവി ഭവാനി ജഗതു ജനനി ദേവി ഭവാനി ജഗതു ജനനി. കുടവുമില്ല ഉള്ളിന്റെ ഉള്ളിൽ നിന്നീത സംഗീതം കാൽക്കൽ വീടണിയുന്നു. ഒട്ടുമില്ല സുഴുമില്ല പങ്കുള്ളിട്ടോ സംഗീതം കാൽക്കൽ വീടണിയുന്നു.
തൻ പ്രേമത്തോടാണോ കൃഷ്ണ പാരും തീരത്തോടാണോ? അമ്പദുഃഖമോരൽപ്പവും വിശ്വശാന്തി വളർത്തുവാനവൾ ശക്തിശാലിനിയാകണം. നമ്മളങ്ങനെ ഉള്ളയിൽ പിടിച്ചിട്ടിട്ടുള്ളത് ട്രെയിനിന് മംഗള ലക്ഷദ്വീപിന്. ഇപ്പോൾ സമയം 6:33. എന്താ ഇവിടുത്തെ പ്രഷർ വാഷറാ പിടിക്കണ്ട. എന്താ കറുത്ത മേഘങ്ങൾ നല്ല നാശമായിരുന്നു. കറക്റ്റ് സെൻറ്ററിൽ പിടിച്ചിട്ടിരിക്കുക. ഇവിടെ 5 മിനിറ്റോളായി പിടിച്ചിട്ടിട്ട് വിടുമെന്ന് തോന്നുന്നുണ്ട്. നല്ല ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ, നല്ല ടൈമിങ്ങാ. ഇതേതാ നമ്മളെ തിരുവനന്തപുരം ഇതാണോ മലബാറാണോ ഈ സമയത്ത് വരുന്നത്? നോ ഐഡിയ. കണ്ടിട്ട് മലബാർ വരുന്ന പോലെ ഉണ്ട്. ഏതാ നോക്കാം. നമ്മളെല്ലാം നല്ല പുതുപുത്തൻ വാപ്സവൻ വെച്ചിട്ടാണല്ലോ വരുന്നത്. ഇത് ഇപ്പോൾ വാപ്സവനാണല്ലോ കൊടുക്കുന്നത്. ക്ലീനുള്ളതാ, ഫുൾ ക്ലീനാ. ശബരിമല തീർത്ഥാടകരൊക്കെ തുടങ്ങി കേട്ടോ ഇവിടെ. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ മോഹൻലാലിൻ്റെ ശബരിമല സിനിമ ഷൂട്ടിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നോക്കാം, കാണണം. WAP7 റോയപ്പുരം ഷെഡിൻ്റെ 30332 ഈ അടുത്ത് ഇറക്കിയതാന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ മെയിൻ്റനൻസ് കഴിഞ്ഞ് റീപെയിൻ്റ് അടിച്ചിട്ട് ഇറങ്ങിയതാ. ഹൈ പാൻറ്റോഗ്രാഫാന്ന് തോന്നുന്നുണ്ട്. അവിടെ ചുവപ്പ് കളറൊക്കെ ഉണ്ട്. അതന്നെ തിരുവനന്തപുരം മംഗലാപുരം. മാവേലിയാണോ അതോ ഇനി മലബാറാണോ? മംഗലാപുരം തിരുവനന്തപുരം. മലബാർ ആവാനാ സാധ്യത, അല്ലെങ്കിൽ മാവേലി. നോക്കട്ടെ, അവസാനം വരെ വെക്കാം. നമ്മളിപ്പോൾ എടുക്കുമെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. ഇവിടെ സിംഗിൾ ലൈനാന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക്. ഡബിൾ ലൈൻ ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടൊന്നും എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാകത്ത്. അടുത്ത മംഗലാപുരം ജംഗ്ഷനാ. ജംഗ്ഷൻ്റെ തൊട്ടിപ്പുറത്ത് എവിടെയെങ്കിലായിട്ട് പിടിച്ചിട്ടാ പരിക്കങ്ങൾക്ക്. വൈ ഐ ഡോണ്ട് നോ, ഐ ക്യാൻ നോട്ട് എക്സ്പ്ലെയിൻ. മംഗലാപുരം തിരുവനന്തപുരം. പെട്ടെന്ന് പച്ച സിഗ്നലൊക്കെ വീണല്ലോ. കറക്റ്റ് പച്ച സിഗ്നൽ വീഴുകയും ചെയ്തു. ഇതെന്തെന്ന് നമ്മളെ കുറേ നേരം ഇവിടെ പിടിച്ചിട്ടില്ല. ഒരു 5-10 മിനിറ്റായി. ഇതിന് വന്ന് നിന്നതും ഒരു സെക്കൻഡ് 5 സെക്കൻഡ് ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും വന്ന് നിന്ന് എടുക്കുന്നു പോകുന്നു. ഇത് എന്തോന്നത്? വാവോ. ഇനി ഇതേതാ നോക്കട്ടെ. കോച്ച് ഏതാ കോച്ചെന്ന് അറിയുന്നത് ഏതാ ഇത് നോക്കട്ടെ. പോട്ടെ, ഓരോന്നോരോന്നായി പോട്ടെ. URL ആരും ഇല്ലേന്നോ? നമ്മളെ വിട്ടിട്ടോ. നമ്മളെ പച്ച വീണ്. മംഗലാപുരം തിരുവനന്തപുരം മാത്രമേ ഏറ്റുള്ളൂ. മാവേലിയാണ് എന്താണെന്നും ഏറ്റില്ല.
നമ്മളെ വിട്ടിരിക്കുന്നു ഗൈസ്, നമ്മളെ വിട്ടു ഭാഗ്യം. ഓ, ഒരു നീണ്ട നിവർന്നതിന് ശേഷം വിട്ടിരിക്കുന്നു. എന്തായാലും നമ്മൾ അതെടുത്തപ്പോൾ തന്നെ നമ്മളെയും എടുത്തു ഗൈസ്. ഇവിടെ എന്തൊക്കെയൊക്കെയോ പണി നടന്നിട്ടുണ്ട് കേട്ടോ. ഉള്ള റെയിൽവേ സ്റ്റേഷൻ കന്നഡ എത്തി. കർണാടകത്തേക്ക് നമ്മൾ കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഗൃഹപ്രവേശനം ചെയ്തിരിക്കുന്നു. നന്ദിയുണ്ടേ. 70 ഡിഗ്രി ടിൽറ്റിംഗ് ഉള്ളതാട്ടോ ഇവിടെയൊക്കെ. നമ്മളെ ബാക്കിൽ വേറെ ഏതോ ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. ട്രെയിനാണോ അതോ ട്രെയിൻ തന്നെ. ബാക്കിൽ വേറെ ഏതോ ട്രെയിൻ വരുന്നുണ്ട്. ടോട്ടൽ 5 ട്രാക്ക്. അങ്ങനെ നമ്മളിനി മംഗലാപുരം ജംഗ്ഷനിലേക്കാണ്. മംഗലാപുരം സെൻട്രലല്ല. അങ്ങനെ നമ്മൾ ഉള്ള റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിരിക്കുന്നു. ഞാൻ കണ്ടു 2 ഒറ്റമൈനേനെ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല സ്പീഡിലായിരുന്നു വണ്ടി പോയിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ പിടിച്ചു നിൽക്കാനും പറ്റിയില്ല. അതാണ് പ്രശ്നം ഇത്. ഏതായാലും നമ്മളിപ്പോൾ മംഗലാപുരം സെൻട്രൽ സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുമോ നോക്കാം. സെൻട്രൽ സ്കിപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റുവാണെങ്കിൽ എടുത്തറിയോ. താഴത്തോട്ട് തന്നെ അല്ലേ, മുകളിലോട്ടേക്കാ. മറന്നുപോയി. അങ്ങനെ നമ്മൾ ഭാരതപ്പുഴ കിടന്നുണ്ട്. ഭാരതപ്പുഴയാണോ? ഭാരതപ്പുഴയൊന്നും എൻ്റെ വായിൽ വരുന്നു. ഇത് ഭാരതപ്പുഴയൊന്നും അല്ല, ഇത് മഹാരാഷ്ട്ര പുഴ എന്ന് എനിക്കറിയാം. അത്ര തന്നെ, അത്രയേ ഉള്ളൂ അറിയത്. ഇതേത് പുഴയാണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്തിട്ട്. എനിക്കെന്നെ മറന്നു പോന്ന്. നല്ല നീളമുള്ള പാലാണിത്. എത്ര കാലം കൊണ്ടാണ് കെട്ടിപ്പടുത്തതെന്ന് ആലോചിക്കുമ്പോഴാണ്. ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാത്തത് എനിക്ക് പേടിയായതുകൊണ്ടാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ സിറ്റി, അവിടെ കോൾ ആൻഡ് ഇൻഡസ്ട്രി മൈനിൻ്റെ സ്ഥലം. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഈ സൈഡ് ഒരു ഇൻഡസ്ട്രി ഒന്നുമില്ല. ഇവിടുന്ന് മൊബൈൽ പോയിട്ടുണ്ടെങ്കിൽ പോയത് തന്നെ. എല്ലാം കഴിഞ്ഞ് ഭാഗ്യം. ഒരാശ്വാസം. ഇപ്പം തന്നെ താഴത്തോട്ട് പോയിട്ട് ഇതിൻ്റെ കാര്യം കഴിഞ്ഞു. നമ്മൾ മംഗലാപുരം ജംഗ്ഷൻ എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നത് നോക്കട്ടെ. ഞാൻ ഇതേറ്റ് കണ്ടിട്ടില്ല മംഗലാപുരം ജംഗ്ഷൻ എങ്ങനെയാണ് സ്കിപ്പ് ചെയ്യുന്നതെന്ന്. ഇതാണ് മംഗലാപുരം ജംഗ്ഷൻ സൈഡിലേക്ക് പോകുന്ന റൂട്ട്. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആ സൈഡിൽ കൂടെ മംഗലാപുരം ജംഗ്ഷനല്ല, മംഗലാപുരം സെൻട്രൽ. ഇങ്ങോട്ട് വരുമ്പോൾ മംഗലാപുരം ജംഗ്ഷനായി. ഇതിൻ്റെ നടുവിൽ വെച്ചിട്ടാണ് തിരിയുന്നത്. ഇവരിവിടെയൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ മംഗലാപുരം ജംഗ്ഷനും സെൻട്രലും വേർപിരിഞ്ഞിരിക്കുന്നു. വീണ്ടും യോജിക്കുന്നു.
ഇവിടുന്ന് കാണാൻ പറ്റുവാണെങ്കിൽ എടുക്കായിരുന്നു. ഇല്ല എടുക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ നേരെ ഡയറക്റ്റ് മംഗലാപുരം ജംഗ്ഷനിലേക്ക് കയറാൻ തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷനിലേക്ക് അടുത്തുണ്ട് കേട്ടോ. മംഗലാപുരം ജംഗ്ഷൻ. ഇവിടെ എന്തൊക്കെയൊക്കെയോ പരിപാടി ഉണ്ട് തോന്നുന്നു. മറ്റേ മുൾവേലി അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആന കടക്കാതിരിക്കാനായിട്ട് എന്തായിട്ടും ആനയാ എന്താ എനിക്കൊരു എത്തും പിടുത്തമില്ല. ഇവിടുത്തെ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെയൊക്കെയോ സിസ്റ്റം ഉണ്ട്. ഇവിടെ സോളാർ വെച്ചിട്ടുള്ള കളി മൊത്തം. ഇതെങ്ങോട്ടേക്കാ പോകുന്നത്? ഷെഡിലേക്ക്, ലോക്കോ ഷെഡ്. അതവിടെ അവസാനിച്ചു. അങ്ങനെ മംഗലാപുരം ജംഗ്ഷനിലെത്തിയിരിക്കുന്നു ഗൈസ്. ജംഗ്ഷൻ. സോ ഗൈസ്, നമ്മളങ്ങനെ മംഗലാപുരം ജംഗ്ഷനിൽ ആദ്യമായിട്ട് കാല് കുത്തിയിരിക്കുകയാണ്. ഞാനെൻ്റെ രണ്ടാമത്തെ ജേണിയാണിത്. കാല് കുത്തിയത് ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വട്ടം വീണ്ടും കാല് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ മംഗലാപുരം ജംഗ്ഷൻ കുറച്ചും കൂടി അടിമുടി മാറ്റം വരാനുണ്ട്. ഇനിയും മാറ്റം ആയിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും മാറ്റം വരട്ടെ, അതുവരെ പ്രാർത്ഥിക്കുക. നമ്മളങ്ങനെ മുൽക്കിയ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. മുൽക്കിയ ജംഗ്ഷൻ. അപ്പോൾ മുൽക്കിയ ജംഗ്ഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ് ട്രെയിൻ. എന്തായാലും കയറിയൊക്കെ ഇനി എപ്പോഴാണ് വിടാന്ന് പോലും പറയാൻ പറ്റില്ല. അമ്മാതിരി വിടാല്ല അവിടെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകാണ്ടി കാർത്തിക്കാണ്. എപ്പോഴാണ് വിടുക എപ്പോഴാണ് ഇറങ്ങാമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഹാൾട്ടില്ലാത്ത സ്റ്റേഷനാണ്. എത്തുന്നതിന് മുന്നേ ക്രോസിങ്ങിന് പിടിച്ചിട്ടിരിക്കുകയാണ്. അരമണിക്കൂറായി പിടിച്ചിട്ടിട്ട് ഇപ്പോഴാണ് വണ്ടി എത്തുന്നത്. അയ്യേ ഗുഡ്സായിരുന്നടേ ഇത്. എന്തോന്നത് ആളെ പറ്റിക്കാനായിട്ട്. കൊങ്കണിൽ കയറി ഗൈസ്, കൊങ്കണിൽ കയറി. ആദ്യത്തെ പിടിച്ചിടൽ തുടങ്ങിയിരിക്കുന്നു മംഗള ലക്ഷദ്വീപിന്. ആദ്യത്തെ പിടിച്ചിടൽ തുടങ്ങി ഗൈസ്. അങ്ങനെ അതും പോയി കഴിഞ്ഞ് ഇനി നമ്മളെ വിടും തോന്നുന്നു. ഇത് മുലുക്കി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനേ ഇല്ല. ഇവിടെ ലൈറ്റുകൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഓണാക്കാത്തതാണ്. അത് ഇനി ഇല്ലേ സാധനം. അവിടെ പോസ്റ്റ് മേലെ എല്ലാ സാധനവും സജ്ജീകരണം ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ലൈറ്റ് പോലും ഓണാക്കുന്നില്ല. ഇനി വയ്യ അതിന് കണക്ഷൻ വല്ലതും കൊടുത്തില്ലേ? എൻ്റെ സംശയം അതാ. കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാൽ ഇവർക്ക് ലൈറ്റ് ഓൺ ആയിക്കൂടെ? വൈ എനിക്കറിയില്ല ഇവരിത് എന്ത് കിണ്ടിയാ ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന്. നമ്മളെ വിടുവോ ഇല്ലോ തമ്പുരാനറിയാൻ. ഇനി വേറെയും ക്രോസിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്കിനി രാവിലെ കാണാം. അടുത്ത ക്രോസിംഗ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓ ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ ഉടുപ്പിയിൽ 1 മണിക്കൂറോളം ആവാറായി ഇപ്പം പിടിച്ചിട്ടിട്ട്. 1 മണിക്കൂർ ഡിലേ ആവാൻ തുടങ്ങി. ഉടുപ്പിയിലാണുള്ളത്, ഉടുപ്പിയിൽ പിടിച്ചിട്ടിട്ടുള്ളത്. നമ്മളെ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാപ്കട്ടിൽ. അപ്പോൾ നാളെ രാവിലെ വൈകുന്നേരം വരെ ഈ വീഡിയോ പാർട്ട് 1 വരുന്നതാണ്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ. ഇതൊരു പാർട്ട് 3 വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പാർട്ട് 3 അല്ല, പാർട്ട് 3ൻ്റെ മുകളിലേക്ക് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ സാധിക്കും. അപ്പോൾ നാളെ രാവിലെ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഗുഡ് മോർണിംഗ്. അപ്പോൾ സമയം രാവിലെ 6:17 1 മണിക്കൂർ 14 മിനിറ്റ് ഡിലേ ആണ് വണ്ടി കേട്ടോ. രത്നഗിരി സ്റ്റേഷനിൽ എത്താൻ പോകുന്നത്ര. അപ്പോൾ രത്നഗിരി വരെ എത്തിയിട്ടില്ല, രത്നഗിരി എത്തുന്നത്ര. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമല്ല. ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോ ആയിട്ടില്ല, പാർട്ട് 1 തീർന്നില്ല. പാർട്ട് 1ൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ അടച്ചിട്ടുള്ളത്. നല്ല കാറ്റും നല്ല തണുപ്പുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ടണലിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ രാത്രി എന്ത് നല്ല പേമാരി പെയ്ത പോലെ മഴയായിരുന്നു കേട്ടോ. പൊന്നോ, മഴ എന്ന് പറഞ്ഞാൽ കടന്ന മഴയായിപ്പോയി.
കൊങ്കൺ റെയിലൊക്കെ നല്ല പച്ചപ്പൻ്റെ ഹരിതാപകരമായി മാറിയിരിക്കുന്നു. അവിടെയൊക്കെ ചണ്ടി കൂട്ടിയിട്ടിരിക്കുക. ഇതിനൊരു അവസാനമില്ലേ? അതൊരു അടി അടിച്ചത് ഇപ്പോ ഇതിനൊരു അന്ത്യം കാണുന്നില്ലല്ലോ ഈശ്വര. നല്ല വെല്ലാവിലെ കൂടെയാണ് തോന്നുന്നത്. വെല്ലാമല മല എടുക്കലില്ല, അതുകൊണ്ട് നല്ല വെല്ലാവിലാണ്. ഇനിയും ഡിലേ ആവാൻ സാധ്യതയുണ്ട് മക്കളെ. 1 മണിക്കൂറോളം ഇപ്പൊ ഡിലേ ആയിട്ടുണ്ട്. ഇതിനൊരു അന്ത്യമില്ല കേട്ടോ, അന്ത്യമേ ഇല്ലാച്ച്. ഇതിപ്പോന്നും കഴിയൂല, എനിക്ക് വയ്യ അവിടെ നിൽക്കാൻ, എന്നെ കൊണ്ട് കഴിയുന്നില്ല. വയ്യ, ഒന്നും കഴിഞ്ഞില്ല, അപ്പത്തേക്ക് വേറെ ടണൽ കയറി. അതാണ്ട് പച്ചപ്പ് നല്ല കറക്റ്റ് മഞ്ഞ്, നല്ല വെള്ളച്ചാട്ടം. അടുത്ത ടണൽ ഇതാണ്ട്, അടുത്ത ടണൽ വരുന്നത്. വെറുതെ അല്ല എവിടുന്ന ഇത്രയും വെള്ളം വരുന്നതെന്ന് ഓടിയിട്ട്. മല മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതിന്റെ മണ്ടയിലേക്ക് വീഴുമ്പോഴാണ് ഇവിടെ വെള്ളം വരുന്നത്. ഇന്നലെ രാത്രി മൊത്തം ഇതിലെ വെള്ളമായിരുന്നു ഇവിടെ. ചില കോച്ചിലൊക്കെ വെള്ളം ഇങ്ങനെ ഉച്ചി കിടക്കാൻ. ഹൈമ ഇത് വെല്ലാവിലെ ടണലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അയ്യോ, ഇതിനൊരു അന്ത്യമില്ലേ? അന്ത്യം കിട്ടിയ അന്ത്യക്കുറി. എന്താ പച്ചപ്പ്! കൊങ്കൺ റെയിൽവേ പച്ചപ്പ് കൊണ്ട് ഹരിതാപകരമായിരിക്കുന്നു. റെയിനി സീസൺ. നിങ്ങൾ ഈ സമയത്ത് വന്നോ മക്കളെ, അടിപൊളി കാഴ്ചകളാണ് കൊങ്കൺ റെയിൽവേയിൽ. നല്ല പച്ചപ്പും ഹരിതാപകരവും ഒക്കെ ആയിട്ട് നല്ല വെള്ളച്ചാട്ടത്തിൽ ആ ഭാഗം കിട്ടിയ പൻവേൽ ഭാഗത്തോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ ഇതൊക്കെ നല്ല കോടമഞ്ഞി. പൻവേൽ ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് ചൂണ്ടിയാൽ കാണാൻ വെള്ളം. മറ്റേ വന്ദേ ഭാരതൊക്കെ പോകുന്ന സമയത്തുണ്ടെങ്കിൽ വെള്ളച്ചാട്ടമില്ല, അതൊക്കെ മാക്സിമം കിട്ടുകയാണെങ്കിൽ എടുക്കും. എവിടെയോ പിടിച്ചിടാൻ പോകാൻ തോന്നുന്നു, കണ്ടിന്യൂ സ്ലോ മോഡിൽ പോകുന്നു. എവിടെയോ പിടിച്ചിടാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് എല്ലോ ആണല്ലോ. രത്നഗിരി എത്തിയിട്ടില്ലല്ലോ. രത്നഗിരി എത്താറായി. ഷോപ്പിംഗ് തോന്നുന്നുണ്ട് ഇവിടെ, പിടിച്ചിടാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതെ, പിടിച്ചിടൽ തന്നെ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി പിടിച്ചിടലായിട്ടുണ്ട്. പിടിച്ചിടലാണോ രത്നഗിരി എത്തിയോ? നോ ഐഡിയ. എന്താ പച്ചപ്പ് നോക്കണ്ട മക്കളെ. എടാ, AC-യിലെ തണുപ്പ് സഹിക്കാൻ എത്തുണ്ട്. പുറത്ത് വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നത്. പുറത്ത് നല്ല തണുപ്പും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല, നല്ല ചൂട് കാറ്റടിക്കുന്നത്. ചെറിയൊരു തണുപ്പുണ്ടെന്നല്ലാതെ വലിയ തണുപ്പൊന്നുമില്ല. എവിടെയാണ് പിടിച്ചിടുന്നത്? നോ ഐഡിയ. ബസ് ലൂപ്പ് ലൈനിലേക്ക് നമ്മുടെ ട്രെയിൻ അങ്ങനെ കയറ്റിയിരിക്കുന്നു.
അഡ്വാലി സ്റ്റേഷനിൽ വന്ന് പിടിച്ചിട്ടു. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതാ ക്രോസിംഗ് നോക്കണം. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. ഏത് വണ്ടിയാ വരുന്നത് നോക്കണം. 25. ഇപ്പോൾ നമ്മൾ രത്നഗിരി എത്താറായിട്ടേ ഉള്ളൂ. എന്നിട്ട് വണ്ടീൻ്റെ പേര് മനസ്സിലാവുന്നില്ല, അതാ പ്രശ്നം. നമ്മളെപ്പോൾ എടുക്കും, ഇത് വിട്ടല്ലോ. അപ്പം ഇനി നമ്മളെടുക്കും. ഇപ്പോൾ വീണ്ടും പിടിച്ചിട്ടിരിക്കുകയാണ്. നവസറയിൽ തൊട്ട് ഇപ്പുറത്തെ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുള്ളത്. എന്താ ചെയ്യാൻ നോക്കട്ടെ. വണ്ടി വരാണ്ട് കാത്തു നിൽക്കുക. ഇനി എപ്പോഴാണ് വരിക, എങ്ങനെയാ വരിക, ഒരു ഐഡിയ ഇല്ല. പൻവേലിലെ തൊട്ട് ഇപ്പുറത്തെ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ല മക്കളെ. വണ്ടി വരുന്നുണ്ട് ഗൈസ്, വണ്ടി വരുന്നുണ്ട്. ഇപ്പുറത്താണോ അപ്പുറത്താണോ? ഇപ്പുറത്തന്നെ. ബാക്ക് ഫോറാ. രവി, നല്ല രവി. ഈ ഗ്ലാസ് മൊത്തം ഇതായതുകൊണ്ടാണ് ഒന്നാക്കാൻ കാണാത്തത്. എല്ലാവരുടെയും സൈഡിൽ കൂടെ ഒക്കെ എടുത്ത് ഇടേണ്ടി വരും. ഇനിയിപ്പം വീണ്ടും ടണലിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞ് തീർന്നില്ല, നാക്കടുത്തില്ല. അപ്പൊക്കും ടണലിൽ കയറി. സ്വച്ഛ ഭാരതൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. സ്വച്ഛ ഭാരതൊക്കെ കേരളത്തിൽ. ഇങ്ങോട്ടൊന്നും സ്വച്ഛ ഭാരത് നോക്കിയേ വേണ്ട. സൗത്തിൽ നോക്കിയാൽ മതി, നോർത്തിലേക്ക് നോക്കണ്ടെന്നാ പറയുന്നത്. നമ്മളങ്ങനെ പൻവേലില്ല, രത്നഗിരി. തലയിലെ ഉള്ളില് മൊത്തം കിളി പോയ ആരെടുക്ക. റെക്കോർഡിങ് ചെയ്യുന്നതിൽ പിന്നെ എഡിറ്റ് ചെയ്യും. ഓ, അങ്ങനെ നമ്മൾ രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ. ബോർഡില്ല. നല്ല സ്ഥലം. ഇതിന്റെ സ്റ്റേഷൻ ഇതാ, ഇപ്പത്തെ സൈഡ് സ്റ്റേഷന് വരുന്നത്. ഇവിടെ ബോർഡൊന്നും ഇല്ലട്ടോ രത്നഗിരിക്ക്. ബോർഡ് ഒരു സാധനം ഇല്ലല്ലോ. റീഡെവലപ്മെന്റ് പ്രോഗ്രാമിലുള്ളത്. ഓട്ടോമൊബൈൽ കാറുകൾ. ഇത് ഫുള്ള് വലിയ തീർന്നില്ല, ഇനിയും ഉണ്ടോ?
അങ്ങനെ നമ്മൾ രത്നഗിരി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു മക്കൾ. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ. നമ്മളങ്ങനെ രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കട്ടോ. രത്നഗിരി രത്നഗിരി തന്നെ. രത്നഗിരിയാണ് ഈ ബിരിയാണിയൊക്കെ സുഖമായിരുന്നു. അപ്പോൾ നമ്മൾ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. രത്നഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അടുത്ത സ്റ്റേഷൻ ഇനി കുറച്ച് കൂടി കഴിഞ്ഞിട്ടാണ്. സമയത്ര ഇപ്പോൾ 7 മണി, 8:30 ആയിരുന്നു സ്റ്റേഷനിൽ എത്തേണ്ടത്. ഇനി 9 മണിയാകുമ്പോൾ എത്തുള്ളൂ എന്ന് തോന്നുന്നു കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ. ഹൈ ഹൈ ഹോയ് ഹോയ്. ഇതാ ഇവിടെ ഒരു നമ്മളെ ജനറേറ്റർ കാർ കിടപ്പുണ്ട്. അതും ഹയർ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ള കാറാണ്. ഇൻസ്പെക്ഷൻ കാർ, മെഡിക്കൽ വാൻ കാർ എല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള ഒരു കാറാണ്. ഇവിടുത്തെ ട്രാക്കൊന്ന് പഴയതല്ല കേട്ടോ, പുതുതാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളങ്ങ് കയറി. ഇനി നമ്മൾ അടുത്ത സ്റ്റേഷൻ വെച്ച് കാണാം. കഴിക്കാൻ വേണ്ടി തുടങ്ങിയിന്. ഞാൻ കുറച്ച് എൻ്റെ കഴിക്കാൻ വിചാരിച്ച്, ഞാനും മാമനും കുറച്ച് കഴിക്കാൻ, ബാക്കിയുള്ളവരെല്ലാവരും കഴിച്ചോട്ട് വിചാരിച്ച്. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാം. രത്നഗിരി എന്നാണ് സാധനം കിട്ടിയേക്കുന്നത്. നല്ല ഫുഡാണ് കേട്ടോ അത്, എല്ലാവരും പറയുന്നത്. ഓക്കേ, അടുത്ത സ്റ്റേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. നല്ല പാറ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ടുണ്ട്. കുറേ കാലം രാത്രികളിലെ യാത്രകളുണ്ട്. ഇപ്പം രാവിലെ യാത്രയാണ്. ടണലിൽ അടുത്ത ടണൽ, ബാക്ക് ടു ബാക്ക് ടണൽ. എന്താ ടണൽ. जाए जाए എവിടെയും പഴ. ഇതെന്ത് ടണൽ വെച്ച ടണലാണല്ലോ ഇതിപ്പോ. നമ്മള് നമ്മളിപ്പോ മറ്റേ ഇതില്ലേ, ഉദംപൂർ ശ്രീനഗർ ഭാരമുള്ള ട്രെയിനിൽ പോയ പോലെ, വന്ദേ ഭാരതിൽ പോയ പോലെ ടണൽ കഴിഞ്ഞാൽ അടുത്ത ടണല് ഇതാ വരുന്ന. അടുത്ത ടണൽ എന്ന് പറഞ്ഞല്ലേ, നല്ല കോടമഞ്ഞ്. അതാ റോഡ്, നല്ല കോടമഞ്ഞ്. ഇനി അടുത്ത ടണല് കയറാൻ പോവാണ്. കയറി ഫുഡ് എടുത്ത്. മഴ പെയ്യാൻ തുടങ്ങിയിട്ട് തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ട് കേട്ടോ. അങ്ങനെ കൊങ്കൺ റെയിൽവേയില് മഴക്കാലം കണ്ടു. ഇതാ മഴ, നല്ല ഹെവി റെയിൻഫാളാ. നല്ല വെള്ളച്ചാട്ടം. ഇതാ വെള്ളച്ചാട്ടം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടം. വലിയ വലിയ വെള്ളച്ചാട്ടം കാണാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുത്തുതരാം. മാക്സിമം ശ്രമിക്കും. നല്ല മഴ, പേമാരി മഴ. എല്ലാവരും റെയിൻകോട്ടെടുത്ത് നിൽക്കുന്നു. നമുക്ക് നമ്മളെ ID കിട്ടിയിട്ടുള്ള ഇതായിട്ട് ID നമ്മളത്. അങ്ങനെ ടണലിലേക്ക് കയറോ? ഇല്ല, ടണൽ കയറിയിട്ടില്ല. മുകളിൽ കൂടെ ബസ്സൊക്കെ പോകുന്നത് ചോദിച്ചാലൊക്കെ. മഹാരാഷ്ട്ര ബസ്.
ഇവിടുത്തെ എന്താണ് MHRCL ആണോ എനിക്ക് അറിഞ്ഞൂടെ. MHSRCL ആണോ അറിഞ്ഞൂടാ. ഒരു വളമെന്ന് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എടുക്കാൻ പോട്ടത്. ഇനി അടുത്ത സ്റ്റേഷൻ ഏതാണാവോ എന്തോ. ഇവിടെ എന്തൊക്കെയൊക്കെ പണി നടക്കുന്നുണ്ട്. കുറെ ക്രെയിനുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നു മോനെ, എന്താ മഴ! മഴ എന്ന് പറഞ്ഞാൽ ഇതാദ്യ മഴ. ഓ, സമയം 9:02, 8:40 വണ്ടിയാണ് 3/4 മണിക്കൂർ ഡിലേ ആയിട്ട് എത്തിയിരിക്കുന്നത്. വാവ്, എൻ്റെ പ്രൊണൗൺസിയേഷൻ മനസ്സിലാവുന്നില്ല. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കൂടെ വെക്കാം. പക്ഷേ ഫോട്ടോ അല്ല, അതിൻ്റെ പേര് വേണമെങ്കിൽ കൂടെ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് ട്രെയിൻ വിടാറായെന്ന് തോന്നുന്നുണ്ട്. എന്താ മഴ നോക്കിയാട്ടെ, തകൃതിയായിട്ട് മഴ പെയ്യാണ് ഇവിടെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ പേമാരി പെയ്യുന്ന പോലത്തെ മഴയാണ്. ഓ കൂടി. ഡമ്മോ, എന്ത് മഴയുടെ കോച്ചിപ്പോന്നു ഇവിടെ. അടിപൊളി മഴ. ഇതിപ്പം വരുന്നുണ്ട്. അതിൻ്റെ ഇതിലാണ് നമ്മളവിടെ പിടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഹാൾട്ടുള്ള സ്റ്റേഷനാണ്. ഇത്ര നേരം വിട്ടില്ല, അവിടെ പച്ച ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ മംഗലാപുരം പറയുന്നത് മഡ്ഗാവ് വന്ദേ ഭാരത് ഇപ്പം വരും. അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതിവിടെ എത്താറായിട്ടുണ്ട്. ഏത് ഇതിലെ കൂടെ വെച്ചാൽ പോകുന്നെന്ന് തോന്നുന്നു. നല്ല മഴയാ മക്കളെ ഇവിടെ. നല്ല പേമാരി പെയ്യുന്ന മഴയാ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഹാൾട്ട് കിട്ടുകൊണ്ട് ഇവിടെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. വന്ദേ ഭാരത്. വന്ദേ ഭാരത് എക്സ്പ്രസ്. എന്താ സ്ലോ മോഷനിലാണല്ലോ വരുന്നത്. ഇപ്പം പറ്റി. ഓ, മൺസൂൺ ടൈം ആണല്ലോ പറഞ്ഞാൽ തന്നെ. ഇത് എത്ര കോച്ചാ? 8 കോച്ചാ? 8, 16, 8 തോന്നുന്നുണ്ടാവുക. എണ്ണ വെക്കാം. 1, 2, 3, 4, 5, 6, 7, 8 വന്ദേ ഭാരത് കേട്ടോ. 8 വന്ദേ ഭാരതില്ല, 8 കോച്ചുള്ള വന്ദേ ഭാരതാണ്. അത് കൂട്ടിയിട്ടില്ല എതിരേറ്റു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഓക്യുപ്പൻസി ഇല്ലെന്ന് തോന്നി നിങ്ങൾക്ക് ഇവിടെ. ഇതിപ്പോൾ ഈ അടുത്ത് പുതുതായിട്ട് കൊടുത്താന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് സീറ്റായിപ്പാ ഇരിക്കുകയാണ് കേട്ടോ. ഡബിൾ സ്റ്റാൻഡേർഡ് തുടങ്ങി. അടുത്ത സ്റ്റേഷൻ എത്താറാവുന്നത്ര. സമയം 11:34. പൻവയിൽ എത്തുന്നതിന് മുന്നത്ത് തന്നെ ഡബിൾ സ്റ്റാക്കായി തുടങ്ങി. സ്റ്റേഷൻ തൊട്ടാണ് ഈ ഡബിൾ സ്റ്റാക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ വേറൊരു സ്റ്റേഷൻ വരുന്നുണ്ട്. ഏത് സൈഡാണെന്ന് അറിയില്ല, അതാ പ്രശ്നം. ഇവിടെ നല്ല മഴ പെയ്താ വെള്ളമൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല വെള്ളച്ചാട്ടം. വാവ്. നമ്മളേതോ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്.
എല്ലാ സ്റ്റേഷൻ്റെ ബോർഡ് ഇങ്ങനല്ലേ ഇവിടെ സൈഡിലുള്ളത്. നാഗാത്തോ എന്താന്ന് NGOTH അങ്ങനെ എന്താ പിന്നെ 44 എന്തോ ഒരു പേര്, വായിലിട്ടാത്തൊരു പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അത്. ഡബിൾ സ്റ്റാക്ക് തുടങ്ങിയോട്ടെ ഇവിടെ മുതൽ. അടുത്ത സ്റ്റോപ്പ് പൻവേലാണ്. പച്ചപ്പ് മൂന്നാമത്തെ ലൈന് എക്സ്ട്രാ ലൈന്. നല്ല മഴ പെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, എന്നാലും പച്ചപ്പൊക്കെ ഉണ്ട് നന്നായിട്ട്, കൊള്ളാം. ഈ ഒരു സമയത്ത് മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി. പറഞ്ഞു കയറുന്നില്ല, അപ്പത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടാ മോനെ കാറ്റ്. ഗൈസ് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പറഞ്ഞു തന്നില്ല, കൊങ്കൺ റെയിൽവേയില് നല്ല പേമാരി പെയ്യാനുള്ള സമയം തുടങ്ങിയിട്ടുണ്ടതാ. നല്ല കാർമേഘം മൂടിക്കിടക്കുന്നത്. എടാ ഇവിടെയൊക്കെ ടവറൊക്കെ വില കുറവാട്ടോ. കണ്ടോ നല്ല മഴ, കയ്യിലാണ് ചെറുകളാ, നല്ല മഴ പെയ്യാൻ തുടങ്ങി. എടേ ഇവിടെയൊക്കെ നല്ല മഴയോടെ മഴയാണ്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടാ മോനെ, മഴ 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 കൂടെ കൂടാ, മഴ വന്നാ പൊട്ടിക്കൂടാ. നല്ല സ്പീഡിലാ, ഒരു 130ന്റെ മുകളിൽ പോകുന്നുണ്ടാവും ഇപ്പോൾ. 130 kmph. ഇപ്പം എല്ലാം ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവും. സമയം ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ഡിലേ ഉണ്ടാവുള്ളൂ ഇതായാലും. ഏതാ പച്ചപ്പ് നോക്കിട്ടെ. ഇവിടെ എല്ലാവരും നെൽകൃഷിയായി ചെയ്യുന്നെന്ന് തോന്നുന്നു. എല്ലാം ഇതാണോ എന്ന് പറഞ്ഞോ, ഗോതമ്പാണോ എന്ന് പറഞ്ഞോ. ഗോതമ്പാവാനാ സാധ്യതയുള്ളത്. ഏതാ കാറ്റടിയും. അതായത് ഇവിടെ വെള്ളച്ചാട്ടം അധികമൊന്നും കാണാൻ കഴിയില്ല, കാരണം ഞാൻ കുറേ നേരം മൊബൈലൊന്നും കിട്ടാതെ നിൽക്കുന്നതുകൊണ്ട് കിടന്നുറങ്ങായിരുന്നു. എന്താ രസം, പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പച്ച ഹരിതാപം. നിങ്ങൾ മൺസൂൺ സീസൺ ആകുമ്പോൾ മാത്രം കൊങ്കൺ റെയിൽവേ ആശ്രയിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ
വേറെ ഏതെങ്കിലും റൂട്ട് പിടിച്ചോ, അതായിരിക്കും നന്നാവാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ പൻവേൽ വെച്ച് ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാസിക് റോഡ് വെച്ചിട്ട് എനിക്ക് പാർട്ട് 2 വീഡിയോ ആരംഭിക്കുക. അപ്പോൾ പൻവേലത്തെ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മീ അബേ വ്ലോഗ് സൈനിങ് ഔട്ട്. അങ്ങനെ പൻവേൽ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ പൻവേൽ ജംഗ്ഷനിൽ ഇവിടെ കുറേ അന്ന് വന്നതിനെക്കാട്ടിയും പണി തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയൊക്കെ നല്ല പണി തകൃതിയായിട്ട് തിമിർത്തി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പൻവേൽ ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിടും. ഇപ്പോൾ ഷോപ്പിലാണ് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ എന്തെങ്കിലും പൻവേൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ നമ്മൾ നാളെ പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം. അപ്പോൾ നമ്മുടെ ടീംസാണ് ഇതൊക്കെ. സനാദർ വടശാല.